ഇന്നത്തെ ഏവങ്കേലിയോൻ ചിന്തയ്ക്കായിട്ട് പിതാക്കന്മാർ നൽകിയിട്ടുള്ളത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 27 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, 3-ാമത്തെ മനുഷ്യപുത്രനായി എന്നെ അവർ പിടിക്കുകയും എന്നെ കൊല്ലുകയും എന്നെ കബറടക്കത്തിനായി കൊണ്ടുപോകുകയും ചെയ്യും. എന്നാൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ, ഒരു പ്രത്യാശയുടെ വാക്കുകൾ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഇവിടെ ഈ തിരുവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ മാനിക്കുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ, അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാലാകാലങ്ങളിൽ തിരുവചനങ്ങളിലൂടെ പഠിക്കുമ്പോഴും ലോകത്തിലൂടെ നോക്കുമ്പോഴും ദൈവം എല്ലാവർക്കും ഓരോ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ. യോനായുടെ പുസ്തകം നാം വായിക്കുമ്പോൾ നിനവെ പട്ടണത്തെക്കുറിച്ച്, നിനവിയുടെ ആളുകളെ കുറിച്ച് യഹോവയായ ദൈവത്തിന് അവിടെ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന പാപത്തിന്റെ ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരെക്കുറിച്ച് യഹോവയായ ദൈവം ഒരു മുന്നറിയിപ്പ് നൽകി യോനയിലൂടെ. ആ മുന്നറിയിപ്പ് യോനയിലൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ നിനവെ പട്ടണത്തിലെ ജനങ്ങൾ അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനും ദൈവത്തോടെ ചേർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമായിട്ട് തുടങ്ങി. ആ മുന്നറിയിപ്പുകൾ മാനിച്ചതായ നിനവെ പട്ടണം യഹോവയുടെ കരങ്ങളിൽ സുരക്ഷിതത്വമായി തീർന്നു. അവർക്ക് വരാമായിരുന്ന ആപത്തുകളെ യഹോവയായി ദൈവം അവരിൽ നിന്ന് മാറ്റി സന്തോഷത്തിന്റെ ദിനങ്ങളെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും യഹോവയായി ദൈവം അതിനു മുമ്പ് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന പട്ടണങ്ങൾ പിടിച്ചടക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശാപാർപ്പിതമായിരിക്കണമെന്നുള്ള മുന്നറിയിപ്പുകൾ യഹോവയായി ദൈവം മോശയിലൂടെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ യഹോവയായി ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ, ദൈവം തന്നിട്ടുള്ളതായ വാക്കുകളെ മാനിക്കാതെ പോയപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം പരാജയപ്പെട്ടിട്ടുള്ള അവസ്ഥകളും നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നു എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം വേദന അനുഭവിക്കുന്നു എങ്കിൽ, നാം ദുഃഖത്തിന്റെ പാതകളിലൂടെയാണ് ഈ നാളുകൾ യാത്ര ചെയ്യുന്നു എങ്കിൽ, നാം കർത്താവിന്റെ വാക്കുകളെ, ദൈവം തന്നിട്ടുള്ളതായ മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചതുകൊണ്ടാണ്. ഓർക്കുക, മനുഷ്യൻ തന്നിരിക്കുന്ന ശരീരത്തിൽ ഓരോ മാരകമായ രോഗങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ്, ആ രോഗങ്ങൾ ആരംഭിച്ച് നമ്മെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നതിന് മുമ്പ് ശരീരം അതിൻ്റെതായ ഭാഷയിൽ നമ്മളോട് സംസാരിക്കും, നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ആളുകൾ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കും. അത് മനസ്സിലാക്കാത്ത ആളുകൾ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി ഈ ലോകത്തിന്റെ യാത്ര ചെയ്യും. മരണം എല്ലാവർക്കും ഉണ്ടെങ്കിലും ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നാം ഒരിക്കലും അവഗണിച്ചു പോകരുത്. യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് അവർക്കൊരു പ്രത്യാശയുടെ വചനം കൊടുത്തു. ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുന്ന ആ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ആയിരിക്കാം നാം കടന്നു പോകുന്നത്. എന്നാൽ ഒരു പ്രത്യാശയുടെ ദിനം, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം എൻ്റെ കർത്താവ് നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് അതാണ്. ഇന്ന് കഷ്ടതയെങ്കിൽ നാളെ ഒരു സന്തോഷത്തിന് ദിനമുണ്ട്. ഇന്ന് നീ വേദനയുടെയും ദുഃഖത്തിന്റെയും നിരാശയുടെ നടുവിലാണ് ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ, പ്രിയ ദൈവവചനെ, നാളെ നിനക്ക് സന്തോഷിക്കുവാനുള്ള ഒരു ദിനം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അവർ പിടിക്കുകയും അവർ കൊല്ലുകയും ചെയ്യും. ദൈവമക്കളെ, അപ്പോൾ ശിഷ്യന്മാർ ആരും ഭയപ്പെട്ട് പിന്മാറിപ്പോയില്ല.
അവർ വേദനയുണ്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി. അവർക്ക് സന്തോഷിക്കുവാൻ യഹോവയായ ദൈവം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ: ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചു പോകരുത്. ഇതാ, ലോകം കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ പക്ഷിമൃഗങ്ങളൊക്കെയും നാഥന്റെ വരവിന് വേണ്ടി അവരൊരുങ്ങുന്നുണ്ട്. എന്നാൽ താൻ സ്നേഹിച്ച, തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മുഖ ജീവശ്വാസമോദി ഒരു മനുഷ്യനാക്കി തീർന്ന നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 5 പേർ എണ്ണയെടുത്തു, 5 പേർ എണ്ണയെടുത്തില്ല. 10 പേരും ഒരുങ്ങിയതാണ്. 5 പേർ തള്ളപ്പെട്ടു, 5 പേർ മണവാളനോട് ഒത്തിച്ച് പ്രവേശിച്ചു. നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ആ സ്വർഗീയമായ നന്മകൾ അനുഭവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കാൽവരി ക്രൂശിൽ കൂടെ ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സ് ദൈവമേ, നീ തന്നിട്ടുള്ള മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെ പോകാൻ ഞങ്ങൾക്കിടയാക്കരുത്. നീ തരുന്ന ഓരോ മുന്നറിയിപ്പുകളും മനസ്സിലാക്കി, പ്രകൃതിയുടെയും ആത്മീയമായും ഭൗതികമായും ഒക്കെ നീ തരുന്ന മുന്നറിയിപ്പുകളെ മനസ്സിലാക്കി ആ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കാൽവരി ക്രൂശിൽ കൂടെ ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നിന്റെ മുന്നറിയിപ്പുകളെ മനസ്സിലാക്കി നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യവും കൃപയും തരണം. എല്ലാ നന്മകളാൽ, ദൈവാനുഗ്രഹങ്ങളാൽ അടിയങ്ങളെ നിറയ്ക്കണം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ.